ഹലോ കൂട്ടുകാരെ, നല്ല വെയിൽ സമയത്തൊക്കെ വാട്ടി വെച്ച വാട്ടുകപ്പ നമുക്ക് മഴക്കാല സമയത്ത് എടുക്കാം. അപ്പോൾ ഈ മഴക്കാല സമയത്ത് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് വാട്ടുകപ്പ പയറും ഒക്കെ ആയിട്ടുള്ള ഒരു പുഴുക്ക് പോലെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വാട്ടുകപ്പ നമുക്ക് എടുക്കാം. വാട്ടുകപ്പ എന്ന് പറയുന്നത് ചിലർക്ക് അറിയത്തില്ലായിരിക്കും. നമ്മൾ കപ്പ ഉണക്കി വെച്ചതുണ്ടല്ലോ, നല്ല വെയിൽ വരുന്ന സമയത്ത് നമ്മൾ കപ്പയൊക്കെ ഉണക്കി വെക്കും നല്ല മഴക്കാലത്ത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതാണിത്. അത് തലേ ദിവസം ഞാൻ ഇതുപോലെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുതിർക്കാൻ വേണ്ടി ഇട്ടത് നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് തന്നെ വേവിച്ചെടുക്കാം. കാരണം ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയേണ്ടതാണ്. നമ്മൾ സാധാരണ കപ്പ എടുക്കുന്ന സമയത്ത് നമ്മൾ കപ്പ വേവിക്കുമ്പോൾ വെള്ളം ഊറ്റിക്കളയത്തില്ലേ, അതെന്തിനാണ് ഊറ്റിക്കളയെന്ന് വെച്ചാൽ അതിനകത്തൊരു കട്ടുണ്ടാവും, അത് കളയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് വാട്ടുകപ്പയും. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പം വേവിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് വൻപയറാണ് കേട്ടോ. വൻപയറാണ് പണ്ടുള്ളവരൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വൻപയർ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വൻപയറും വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട അരപ്പിന് വേണ്ടി നമുക്ക് 3-4 ഉള്ളിയും 3-5 വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കുറച്ച് 2-3 പച്ചമുളക്, എരിവിനുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഒന്ന് നമ്മൾ കപ്പയ്ക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഇപ്പം നമ്മുടെ വാട്ടുകപ്പയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നെക്കി നോക്കി അറിയാൻ പറ്റും, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അതിനകത്ത് നിന്ന് ഊറ്റിയെടുത്ത് മാറ്റാം. ആ വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്കൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മുടെ അരപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. നമ്മൾ ആ വെള്ളം കളഞ്ഞത് കൊണ്ട് കപ്പയ്ക്ക് കുറച്ച് ഉപ്പൊക്കെ കുറവുണ്ടായിരിക്കും. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലൊരു തടിയുടെ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ കപ്പയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം. എന്നിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വൻപയർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വൻപയർ ആദ്യമേ ഇട്ട് കുഴയ്ക്കാൻ എന്താണെന്ന് വെച്ചാൽ വൻപയർ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. വൻപയർ അങ്ങനെ തന്നെ ഇങ്ങനെ കിടക്കണം. അതാണ് ടേസ്റ്റും കാണാൻ ഭംഗിയും. അപ്പോൾ അതും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടുക. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഇപ്പോൾ തന്നെ നോക്കിയേക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇച്ചിരി ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടി വറുത്തിട്ടിട്ടുണ്ട്. കടുകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കടുക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഒരു കുഴപ്പമില്ല. അതും കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ വാട്ടുകപ്പ പുഴുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല കഞ്ഞിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് പണ്ടത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ സാധനം, വാട്ടുകപ്പ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.